മഴത്തോരു മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശരണ്യയെ കാണാനായിട്ട് അലീന അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നാട്ടുകാരും അവളുടെ ചേട്ടനായ ഓമനക്കുട്ടനും തടയുന്നുണ്ട്. അപ്രതീക്ഷിതമായി അവിടെ ഷാജി എത്തുകയും അലീനയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഷാജി ഓമനക്കുട്ടനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ഇതൊരു പാവം പെൺകുട്ടിയാണ്, അവൾ നിങ്ങളെ ഒന്നും ചതിക്കാനല്ല അല്ലെങ്കിൽ പണം തന്നോ നിങ്ങളെ സ്വാധീനിക്കാനല്ല അവൾ ആ വീട്ടിലേക്ക് വരുന്നത് എന്ന്. ശരണ്യയെ കാണണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, അതിനുവേണ്ടി മാത്രമാണ് അലീന നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു പാവം പെൺകുട്ടിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അവൾ വരുന്ന സമയത്ത് നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്നത്? അവളെ വെറുതെ വിടൂ എന്ന് ഓമനക്കുട്ടനോട് പറയുന്നതിനെ തുടർന്ന് ഓമനക്കുട്ടൻ നാട്ടുകാരോട് പറയുന്നുണ്ട്, ശരി അവളൊരു പാവമാണ്, അവളെ ഇനി തടയണ്ട എന്ന്. അങ്ങനെ അവസാനം ഓമനക്കുട്ടൻ്റെ വാക്ക് കേൾക്കുന്ന നാട്ടുകാർ അലീനയെ വെറുതെ വിടുന്നുണ്ട്. അവിടെ നിന്നും അവൾ നേരെ പോയത് ശരണ്യയുടെ വീട്ടിലേക്കാണ്. ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അലീനയെ കാണുമ്പോൾ വല്ലാതെ ഒരു ദേഷ്യത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഞാൻ പാവമാണ്, എനിക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടായതാണ്. ഞാൻ ശരണ്യെ ഒന്ന് കാണാൻ, അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്തിനാ കുട്ടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ വീട്ടിലുള്ള ആ പയ്യനും കൂടെ ചേർന്നല്ലേ എൻ്റെ മോളെ നശിപ്പിച്ചത്, എന്നിട്ട് പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അവളെ പണം കൊണ്ട് സ്വാധീനിക്കാനോ എന്തെങ്കിലും ആണെങ്കിൽ അത് നടക്കില്ല, നീ തിരിച്ചു പോകുന്നത് തന്നെയായിരിക്കും നിനക്ക് നല്ലത്. അയ്യോ ആൻറ്റി, അതിന് വേണ്ടിയിട്ടൊന്നും അല്ല വന്നത്. എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അനിയനെ പോലെ കാണുന്ന അവനും കൂടെ കാരണമാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊന്ന് അവളെ കാണണമെന്ന് തോന്നി. അവളെ കണ്ട് അവളോട് മാപ്പ് പറയണമെന്ന് തോന്നി. മാപ്പ് പറഞ്ഞാലും തീരാവുന്നുള്ള കുറ്റമല്ല അവൻ ചെയ്തതെന്ന് എനിക്കറിയാം. അവൻ ഒരു പാവമാണ്, പക്ഷേ എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഹരി, അവനാണ് അവനെ ഈ രോഹിത്തിനെയും കൂടെ ഇങ്ങനെ വഷളാക്കുന്നത്. പലതവണ ഞങ്ങൾ പറഞ്ഞു അവനോടത്തുള്ള കൂട്ട് നിനക്ക് ദോഷമേ വരുത്തോളൂ എന്ന്, പക്ഷെ അവൻ കേട്ടില്ല. ഇപ്പോൾ ദാ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നു. ആൻറ്റി, എനിക്കൊന്ന് ശരണ്യയെ കാണാൻ നിങ്ങളൊന്ന് സമ്മതിക്കുമോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ശരി പെട്ടെന്ന് കണ്ടിട്ട് പോകണം എന്ന്. അവർക്കൊരു താല്പര്യമില്ലാതെയാണ് സമ്മതിക്കുന്നത്. ആ സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയും അവർക്ക് കൂട്ടായിട്ട് തന്നെ ആ റൂമിൽ 24 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ശരണ്യയെ അലീന കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ശരണ്യ വല്ലാതൊരു വികൃത രൂപത്തിൽ തന്നെയായിരുന്നു. ആ റൂം ആകെ ഇരുളടഞ്ഞ് ജനലൊന്നും തുറക്കാതെ അവളുടെ കുളിച്ചിട്ട് തന്നെ 2-3 ദിവസമായി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അതേ പാടിൽ തന്നെയാണ് അവൾ കിടക്കുന്നത്. അവളുടെ അമ്മ പറയുന്നുണ്ട്, അവൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോളെ, 2-3 ദിവസമായി അവൾ ഭക്ഷണം കഴിച്ചിട്ട്. എന്ത് ചെയ്യാനെന്ന് എനിക്കറിയില്ല. അവളോട് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് വേണ്ട എന്നാണ്. കുളിക്കാൻ പോലും അവൾ തയ്യാറാവുന്നില്ല. ആ വസ്ത്രമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും വന്നതിൻ്റെ അന്ന് ഇട്ടിട്ടുള്ള വസ്ത്രമാണ്, അതൊന്നും മാറ്റാൻ കൂടെ തയ്യാറാവുന്നില്ല. ഈ വീട്ടിനകത്ത് ലൈറ്റ് ഇടട്ടെ എന്ന് ചോദിച്ചാൽ അവൾക്ക് അതിനും താല്പര്യമില്ല. പുറം ലോകം കാണാനേ അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് എപ്പോൾ ചോദിച്ചാലും എനിക്ക് മരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം. ഞങ്ങൾ എങ്ങനെയാ മോളെ, എൻ്റെ മോളെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പുറത്തോട്ട് പോകുന്നത്? ജോലിക്ക് പോകാനോ ഒന്നിനും തന്നെ കഴിയുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്തെങ്കിലും കൈ ചെയ്ത് കളഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത് മോളെ എന്നൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. അലീന പറയുന്നുണ്ട്, സാരമില്ല ആൻറ്റി, സാരമില്ല, ഞാൻ ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ നോക്കാൻ പോയിട്ട് നല്ല പരിചയമുണ്ട്. ഞാൻ അവളെ ഉറപ്പായിട്ടും മാറ്റിയെടുക്കും, പഴയ ശരണ്യെ പോലെ ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു തരുമെന്ന്. ആദ്യമൊന്നും അലീനയോട് അവർ ഒരു അടുപ്പവും കാണിക്കുന്നില്ല. ചെറിയൊരു അകൽച്ചയോടുകൂടി തന്നെയാണ് അലീനയോട് പെരുമാറുന്നത്. അവൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം പോലും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അലീന എന്തെങ്കിലും ചതിയിൽ പെടുത്താനാണോ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ വീണ്ടും വിചാരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ ശരണ്യയോട് ഒന്ന് സംസാരിച്ചോട്ടെ, ആൻറ്റി ഒന്ന് പുറത്തേക്ക് നിൽക്കുമോ എന്ന്. ശരണ്യയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശരണ്യ വലിയ ദേഷ്യത്തോടു കൂടിയാണ് അലീനയോട് പെരുമാറുന്നത്. എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? നിൻ്റെ വീട്ടിലെ ആ ചെറുക്കനും കൂടെ അല്ലേ എന്നെ നശിപ്പിച്ചത്? എനിക്കിനി ആരെയും കാണണ്ട, എന്നെ ഒന്ന് വെറുതെ വിടൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ അലീനയ്ക്ക് അവളുടെ ആ ഒരു സാഹചര്യം മനസ്സിലാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മോളെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിൻ്റെ ചേച്ചിയുടെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്, എന്തിനാ മോളെ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിനക്കറിയില്ലേ എന്നോടും അവന്മാർ ഈ ഒരു ക്രൂരത, ഞാനും ഈ ഒരു സ്റ്റേജിൽ കിടക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ വയറ്റിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കത്രിക കുത്തിയിറക്കി, അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും മോളെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല മോളെ.
വീണ്ടും ശരണ്യ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അലീനയോട് പെരുമാറുന്നത്. എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടൂ, എന്തിനാ ഇങ്ങനെ എന്നെ കാണാൻ വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നത്, എനിക്ക് പുറത്തുള്ള ആരെയും കാണണ്ട, എനിക്ക് മരിച്ചാൽ മാത്രം മതി, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല, എനിക്കിനി കോളേജിൽ പോകാനോ എൻ്റെ ഫ്രണ്ട്സിനെ കാണാനോ എനിക്ക് വീടിന് പുറത്തിറങ്ങാനോ കഴിയില്ല, ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എനിക്ക് മരിക്കണം എന്നിങ്ങനെ അവൾ അലറിക്കരയുമ്പോൾ അലീന അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ നീ എപ്പോഴും മരിക്കണമെന്ന് പറയുന്നുണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ ഈ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആരാ മോളെ ഉള്ളത്, നിന്നെ അവർ പൊന്നുപോലെയല്ലേ നോക്കുന്നത്, ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയിട്ട് നിൻ്റെ ചേട്ടനെ കൂടുതൽ സ്നേഹിച്ചോ, നിന്നെ പഠിക്കാതെ സ്കൂളിൽ അയക്കാതെ ഇരുന്നിട്ടുണ്ടോ, ഒന്നുമില്ലല്ലോ, നിനക്ക് വസ്ത്രം, നിനക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാം നിനക്ക് നടത്തി തന്നില്ലേ അവർ, അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ലേ, നീ പഠിച്ചൊരു വലിയ നിലയിലാവുമെന്ന് അവർ സ്വപ്നം കണ്ടു. അപ്പോൾ നിൻ്റെ കയ്യിലും ഇല്ലേ മോളെ ചെറിയ തെറ്റ്, ഈ ഒരു പ്രായത്തിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വന്ന് അവൻ്റെ കൂടെ പോയിട്ടല്ലേ മോളെ നിനക്ക് ഈ ഒരു ആപത്ത് സംഭവിച്ചത്, പോട്ടെ അതൊന്നും ഇനി ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, പക്ഷേ നിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിൻ്റെ അച്ഛനെയും അമ്മയെയും നീ ഓർമ്മിക്കണം, അപ്പോൾ നിനക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ല മോളെ, അവരെ നിനക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നെന്ന് ആലോചിച്ച് നോക്കൂ, നിന്നെ പേടിച്ചിട്ട് അവർ പുറത്തു പോലും പോകുന്നില്ല, ഈ റൂമിന്, അതായത് ഈ ഇരുളടഞ്ഞ റൂമിനകത്ത് തന്നെയല്ലേ അവർ 24 മണിക്കൂറും നിന്നെ നോക്കിയിരിക്കുന്നത്, അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനോ എന്തിനെങ്കിലും കഴിയുന്നുണ്ടോ, ഇല്ല, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നീ എന്തെങ്കിലും ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാ അവർ ഈ മുറിക്ക് പുറത്തൊന്നും പോവാതെ നിൽക്കുന്നത് എന്ന്. അപ്പോൾ അലീനെ ഈ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരണ്യയുടെ മനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അലീന ശരണ്യയെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മോളെ കഴിക്കും മോളെ എന്ന്. എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്നവൾ ആദ്യം ശാഠ്യം പിടിച്ചുവെങ്കിലും അലീന പിന്നെ നിർബന്ധിക്കുന്നുണ്ട് അവളെ. അവൾ വാരി കൊടുക്കുമ്പോൾ ശരണ്യ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോഴും. അപ്പോൾ അലീന പറയുന്നുണ്ട്, കരയേണ്ട മോളെ, നമുക്കിതിനെല്ലാത്തിനും പരിഹാരമുണ്ട്, നമുക്കിതെല്ലാം മറികടന്ന് നമുക്ക് ഇനിയും ജീവിക്കണം, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി ജീവിക്കണം, ഒരു ഏട്ടനില്ലേ സ്നേഹത്തോടെ നോക്കുന്ന ഒരു ഏട്ടൻ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കണ്ടേ മോളെ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അലീന ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് ശരണ്യ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ അകത്തേക്ക് വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ശരണ്യ കഴിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ 2 ദിവസം കൊണ്ട് അവളെ നിർബന്ധിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ, അവൾ ഒരു തരി ചോറ് പോലും അവൾ കഴിച്ചിട്ടില്ല, ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, അവൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി പേടിക്കേണ്ട ആൻറ്റി, ഞാൻ പഴയ ശരണ്യെ പോലെ ആക്കി ആൻറ്റിയുടെ കൈകളിൽ തരും, ഇനി മോളെ മോളെ എന്തിനാ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നത്, എണീറ്റ് കുറച്ച് ഉഷാറാവിക്കേ, എണീറ്റ് ചെന്ന് കുളിച്ചിട്ട് വരുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു ഉഷാറ് വരും, എനിക്ക് കുളിക്കണ്ട, എന്തിനാ ഞാൻ ഇനി കുളിക്കുന്നത്, എൻ്റെ ശരീരം അവന്മാരെല്ലാവരും കൂടെ പിച്ച് ചീന്തിയില്ലേ, പിന്നെ എനിക്ക് എന്തിനാ ഞാൻ ഇങ്ങനെ കുളിച്ചിനി നല്ലതുപോലെ നടക്കേണ്ട ആവശ്യം, മോളെ അങ്ങനെ പറയരുത്, അങ്ങനെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നാൽ ഒരിക്കലും നമ്മൾ തിരിച്ചു വരാൻ കഴിയില്ല, ഏതോ പേപ്പട്ടികൾ കടിച്ചു, അത് നീ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കിട്ടും, ഇനി ആ പേപ്പട്ടികൾക്കാണെങ്കിലോ വരാനിരിക്കുന്നത് കഷ്ടകാലമാണ്, ഇനി നാട്ടുകാരും പോലീസുകാരും ചേർന്ന് ആ പേപ്പട്ടികളെ തല്ലിക്കൊല്ലും, അത് നിനക്ക് കാണണ്ടേ, അത് കാണാൻ വേണ്ടിയിട്ട് നീ ജീവിച്ചിരിക്കണ്ടേ മോളെ, അതുകൊണ്ട് എണീറ്റ് മോള് ചെന്ന് കുളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ശരണ്യയ്ക്ക് അലീനയോട് ചെറിയ ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അലീന നിർബന്ധിച്ചതിനെ തുടർന്ന് ശരണ്യ കുളിക്കാനൊക്കെ പോയി കുളിച്ചിട്ട് വരികയാണ്. അവളുടെ തലമുടിയൊക്കെ ചീകി കൊടുക്കുന്നതും ആ തലയിലേക്ക് എണ്ണ തടവി കൊടുക്കുന്നതും എല്ലാം അലീന തന്നെയാണ്. അവളുടെ അമ്മയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ട് അലീനയോട് ശരണ്യ ഇച്ചിരിയെങ്കിലും വാ തുറന്ന് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ഇവളുടെ ശബ്ദം കേട്ടിട്ട് എത്ര ദിവസമായി, ഇപ്പോഴാണ് അവൾ ഇങ്ങനെയെങ്കിലും ഒന്ന് വാ തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്, നന്ദിയുണ്ട് മോളെ എന്ന്. അയ്യോ സാരമില്ല ആൻറ്റി, ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ, എൻ്റെ വീട്ടിലും ഉണ്ട് 2 സഹോദരിമാർ, അപ്പോൾ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ, എൻ്റെ വീട്ടിലും 2 പെൺപിള്ളേരുണ്ട്, അവർക്കാണ് ഇതേ ഒരു അവസ്ഥ സംഭവിച്ചിരുന്നുവെങ്കിൽ ഒരച്ഛനും അമ്മയ്ക്കും ആർക്കും സഹിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യാനാ ആൻറ്റി, ആ ഒരു നല്ലൊരു അച്ഛനായിരുന്നു, നല്ലൊരു അച്ഛനും നല്ലൊരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു മോൻ എങ്ങനെ ജനിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ
അവൻ അവൻ ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ആൻറ്റി. അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും ഇത് കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കുണ്ടായി. അവർ ഹോസ്പിറ്റലിലായിരുന്നു. കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഡിസ്ചാർജായി വന്നിട്ട്. അച്ഛനും ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് നെഞ്ചു പൊട്ടി തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. എങ്ങനെ സഹിക്കും ആൻറ്റി? സ്വന്തം മോനാണ് ഇത് ആറ്റുനോറ്റ് വളർത്തിയ സ്വന്തം മകൻ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യുമെന്ന് ആ അച്ഛനും അമ്മയും കരുതിയില്ല. അതിനുശേഷം കുളിച്ചൊക്കെ വരുന്ന ശരണ്യയെ കാണുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അവളുടെ അമ്മയ്ക്കാണെങ്കിലും അവൾ അലീനയോട് പറയുന്നുണ്ട്, ഓ എൻ്റെ മോളെ പഴയതുപോലെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നു. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മുഖത്തൊക്കെ എന്തൊരു പ്രസാദം തോന്നുന്നു. അലീനയും പറയുന്നുണ്ട്, കണ്ടില്ലേ മോളെ അമ്മ പറയുന്നത് പഴയ ശരണ്യയെ പോലെ ആയിട്ടുണ്ട് എന്നാണ്. മോള് ഇങ്ങനെ തന്നെ നടക്കണം, കുളിച്ച് നല്ല വൃത്തിയായി സുന്ദരിയായി നടക്കണം. അങ്ങനെ അവളുടെ തലമുടി ചീക്കി കൊടുത്ത് അവൾക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നെറ്റിയിൽ പൊട്ടും വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നന്ദിയുണ്ട് മോളെ, നന്ദി. ഇങ്ങനെയെങ്കിലും അവളെ കാണാൻ കഴിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും എന്ന്. അങ്ങനെ ശരണ്യയ്ക്കും അവളുടെ ആ ഒരു മുഖമൊക്കെ കാണുമ്പോൾ പഴയതുപോലെയൊക്കെ ആയി തുടങ്ങി എന്നുള്ളൊരു ചിന്തയുണ്ട്. പെട്ടെന്ന് തന്നെ അലീന ആ ജനലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ജനലൊക്കെ തുറന്നിടുന്നത്? ഇനിയിപ്പോൾ ഞാൻ ഈ ജനൽ തുറന്നിടുമ്പോൾ നാട്ടുകാരൊക്കെ വന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കതൊന്നും കാണണ്ട, ജനൽ അടച്ചിട്ടേ എന്ന്. അയ്യോ മോളെ, അതിൻ്റെ ആവശ്യമില്ല. നാട്ടുകാർ എത്ര സപ്പോർട്ടാണെന്നറിയാമോ മോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ എന്നെ പോലും അകത്തോട്ട് കയറ്റി വിട്ടില്ല. നാട്ടുകാർക്ക് മോളോട് അത്ര സ്നേഹമാണ്. അതുകൊണ്ട് നാട്ടുകാർ മോൾ എന്ത് പറയുമെന്ന് മോള് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, അവരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ ആ സമയത്ത് ശരണ്യ ജനലിൽ കൂടെ വന്ന് നോക്കുന്ന സമയത്ത്, ശരിയാണല്ലോ, കുട്ടികൾ കളിക്കുന്നു, ബാക്കിയോ അവൾ അയൽപ്പക്കക്കാരെല്ലാം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, വണ്ടികൾ ഓടുന്നു, ഇങ്ങോട്ടേക്ക് യാതൊരു ശ്രദ്ധയുമില്ല. അവൾ വിചാരിച്ചിരുന്നത് ഒരു പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാം അവളുടെ വീട് വളഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ അവളെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാലോചിച്ചിട്ട് ആ സമയത്ത് ആ മുറിക്കകത്തൊക്കെ ഒരു വെട്ടം പടർന്നപ്പോൾ തന്നെ അവൾക്കൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ചേച്ചി പോട്ടെ മോളെ, കുറേ സമയമായില്ലേ വന്നിട്ട്, ഇനി ചേച്ചി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വരാട്ടോ, നമുക്ക് പഴയതുപോലെ ആവാന്നേ, മോൾ ഒരു കാരണവശാലും പേടിക്കണ്ട, ഒന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ ചെറു പുഞ്ചിരിയോടെ അലീനെ യാത്രയാക്കി. അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. അലീനയെ കാണുന്നതും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി പോയ കാര്യങ്ങൾ? നിനക്കവളെ കാണാനെങ്കിലും സാധിച്ചു വച്ചാൽ സാധിച്ചു. വലിയ കഷ്ടമാണ് അവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. ആ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. ആ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥയോ, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിച്ച് 24 മണിക്കൂറും ഒരു ഇരുളടഞ്ഞ റൂമിനകത്താണ് അവർ കഴിയുന്നത്. അവളാണെങ്കിലോ ഊണില്ല, ഉറക്കമില്ല. അവളുടെ അമ്മ പറഞ്ഞത് 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നാണ്. പിന്നെ ഞാൻ ചെന്നു അവളെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് അവൾ ഭക്ഷണം കഴിച്ചതും കുളിച്ചിട്ടുമൊക്കെ എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ നിന്നും വന്ന അതേ വേഷത്തിൽ തന്നെയാണ് അവൾ 2-3 ദിവസമായിട്ട് കിടക്കുന്നത്. എണീക്കില്ല, അതേ കട്ടിലിൽ അങ്ങനെ ആ ഒരു കിടത്തം മാത്രം. ആരോടും ഒന്നും മിണ്ടുന്നില്ല അച്ഛാ. ഞാൻ ചെന്ന് അവളെ എണീപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, അവളോട് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അവളെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരിയെങ്കിലും കുറച്ച് ഭേദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വച്ചാൽ. പക്ഷേ ആലോചിക്കുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോകുന്നു വച്ചാൽ. നമുക്കും ഇല്ലേ ഇവിടെ 2 പെൺപിള്ളേർ. അവർക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുമായിരുന്നു അച്ഛാ. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എന്ത് ചെയ്യാൻ കഴിയൂ ഇപ്പോൾ? എനിക്കും ആ കുട്ടിയെ പോയൊന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം അത് നിനക്കറിയാവുന്നുള്ളതല്ലേ. നീ പോയിട്ട് പോലും നാട്ടുകാരെ നിന്നെ തടഞ്ഞു. അപ്പോൾ അവൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്നെ നാട്ടുകാരെ പച്ചയ്ക്ക് കത്തിക്കും മോളെ. അങ്ങോട്ട് പോകാനേ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്കിലും എനിക്ക് രോഹിത്തിൻ്റെ കാര്യം ആലോചിച്ച് ഒരച്ഛനല്ലേ മോളെ സഹതാപം തോന്നുന്നു. അവനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് കൊണ്ടുവരണം. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അവനെ പുറത്ത് കൊണ്ടുവരണ്ടേ? എത്ര ദിവസമായി അവൻ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ അച്ഛാ ഇങ്ങനെ പറയുന്നത്? എനിക്കൊരിക്കലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷ അനുഭവിക്കണം. എൻ്റെ സഹോദരൻ കൂടിയാണ് രോഹിത്ത്. പക്ഷെ അവൻ ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ മുൻകൈ എടുക്കില്ല അച്ഛാ.
അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയോ? ഒരു 10-20 ദിവസമായി അവൻ ആ ജയിലിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു. എന്ത് ചെയ്യാനാണ്? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ എനിക്കവനെ തള്ളിക്കളയാൻ കഴിയുമോ? ഒരച്ഛനായി പോയില്ലേ ഞാൻ? അലീന പിന്നെ അതിനൊന്നും മറുപടി പറയാതെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം അലീന ശരണ്യയെ കാണാനായി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൾ വരുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്കും അച്ഛനും വലിയ സന്തോഷമാവുകയാണ്. വാ മോളെ, ശരണ്യ അകത്തുണ്ടെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ശരണ്യയ്ക്കും അലീനയെ കാണുമ്പോൾ ചെറിയ ചിരിയും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് മോളെ, ഇപ്പോൾ കുറച്ചൊക്കെ മൈൻഡൊക്കെ ഒന്ന് റെഡിയായില്ലേ? നമ്മൾ അതൊക്കെ അങ്ങ് മറക്കണം. ഇനി ആ കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ വരണ്ട എന്ന്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ മോള് വന്നിട്ട് പോയ പിന്നെ ശരണ്യയ്ക്ക് കുറേയധികം മാറ്റങ്ങളുണ്ട് മോളെ. രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, ഇന്നലെ രാത്രി കഴിച്ചു. അവൾ കുറച്ചെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങി. നേരത്തെ ഒരു മൂളൽ മാത്രമായിരുന്നു. ഇപ്പോൾ അവളൊരു പടം വരച്ചു. അവൾക്ക് ചിത്രം വരയ്ക്കാൻ വലിയ താല്പര്യമാണ്. അതായത് എല്ലാ ചങ്ങലകളും ഭേദിച്ച് അവൾ ആ കൂടിനകത്ത് നിന്നും പറന്നുയർന്ന നല്ല ചിത്രശലഭത്തിൻ്റെ ഒരു പടം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമായി മോളെ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എവിടെയാ വരച്ച ചിത്രം, ഞാനും കൂടെ കാണട്ടെ. അങ്ങനെ അവളും കാണുമ്പോൾ അവൾക്കും വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ പലതവണ അലീന ശരണ്യയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് വന്നു. അവളുമായിട്ട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടായി. ശരണ്യയ്ക്കും അവളുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അലീനയെ വലിയ ഇഷ്ടമായി. അങ്ങനെ പലതവണ വന്നതിന് ശേഷം അവസാനം ശരണ്യ അലീനയോട് ആ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഞാൻ ആ വീട്ടിൽ പോയിരുന്ന സമയത്ത് 4 പേരവിടെ ഉണ്ടായിരുന്നു. എനിക്കവർ ചെന്നപാടെ എന്തോ ഒരു ഡ്രിങ്ക്സ് തന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മയങ്ങി. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നോ എന്നെ അകത്തേക്ക് കൊണ്ടുപോയത് ആരാണെന്നോ എനിക്ക് യാതൊരു ഓർമ്മയും ഇല്ല ചേച്ചി. പക്ഷേ എന്നെ ഓരോരുത്തരായിട്ട് വലിച്ചു കീറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബോധം വന്നു. അതിൽ ഞാൻ കണ്ണു തുറക്കുമ്പോൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ സഹോദരൻ രോഹിത് അവിടെ ഇല്ലായിരുന്നുവെന്ന്. ഇത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ പറഞ്ഞത്? ആ രോഹിത് അവിടെ ഇല്ലായിരുന്നെന്നോ? അതേ ചേച്ചി, ആ പയ്യൻ അവിടെ ഞാൻ കണ്ടില്ല. അന്ന് വീഡിയോ എടുക്കുന്ന സമയത്തിനായിരുന്നാൽ പോലും ആ ഫോണിൽ ആ ഒരു രോഹിത്തിൻ്റെ പടം ഉണ്ടായിരുന്നില്ല. രോഹിത് അവിടെ ഇല്ലായിരുന്നു ചേച്ചി. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ അകത്തോട്ട് കയറ്റുമ്പോൾ അവന്മാർ പറയുന്നത്, ആ പൊട്ടൻ അവൻ പേടിച്ച് ആദ്യമേ പോയി കളഞ്ഞു എന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന വല്ലാതെ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. മോളെ, എന്താ പറയുന്നത്? ഇത് സത്യമാണോ? എൻ്റെ അനിയൻ രോഹിത് അവൻ നിന്നെ തൊട്ടിട്ട് പോലുമില്ലേ? ഇല്ല ചേച്ചി, ഇല്ല. അവൻ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാര്യം ഞാൻ പോലീസിനോടും ഡോക്ടറോടും പറഞ്ഞാണ്. ഡോക്ടറിൻ്റെ ബോഡി പരിശോധിച്ച സമയത്ത് ബാക്കി 3 പേരുമാണ് എന്നെ ഇല്ലാതാക്കിയത് എന്ന് ഡോക്ടറിന് മനസ്സിലായി. അവൻ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്നും ഡോക്ടറിന് മനസ്സിലായി. പക്ഷേ ഞാൻ പോലീസിനോട് മൊഴി കൊടുക്കുമ്പോൾ പോലീസ് പറഞ്ഞത്, വേണ്ട, രോഹിത്തിൻ്റെ പേരും കൂടെ അതിൽ എഴുതി ചേർക്കാം, അവനും അവിടെ വന്നിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ നിർബന്ധിക്കുകയായിരുന്നു ചേച്ചി. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ മോളെ, ഇത് ഇത്രയും വലിയൊരു സത്യം നീ എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ചത്? പാവം എൻ്റെ അനിയൻ, അവൻ ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് ജയിലിൽ കിടക്കുന്നെന്ന് നിനക്കറിയില്ലേ? അവൻ 10-20 ദിവസമായി. ആദ്യം സ്റ്റേഷനിലായിരുന്നു, ഇപ്പോൾ ജയിലിൽ കിടന്ന് എത്ര അവരുടെ അടി കൊണ്ടു. അതവൻ അവിടെ വന്നതിന് ഉള്ള ശിക്ഷയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനിയും അവനെ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കാൻ വിടണോ മോളെ? നിരപരാധികൾ രക്ഷപ്പെടണോ എന്നല്ലേ പറയുന്നത്? അപ്പോൾ മോള് കരുണ കാണിച്ചാൽ അവന് പുറത്തിറങ്ങാം. ബാക്കി 3 പേരും അവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല. എന്തായാലും രോഹിത്, അപ്പോൾ അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലേ? അപ്പോൾ മോളോടപ്പോൾ ചേച്ചി ഒരു കാര്യം പറയട്ടെ. മോൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ കേട്ടാൽ മതി. ചേച്ചി നിർബന്ധിക്കുന്നില്ല. ഇനി കോടതിയിൽ വരുമ്പോൾ അവിടെ വെച്ച് എല്ലാവരുടെയും മുഖത്ത് നോക്കി മോൾക്ക് വിളിച്ച് പറഞ്ഞൂടെ, രോഹിത് മോളെ സ്പർശിച്ചിട്ടില്ല, ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ രോഹിത് ഇല്ല എന്ന്? പറയാം ചേച്ചി, പറയാം എന്നവൾ ഇങ്ങനെ തുറന്നു പറയുകയാണ്. അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അന്ന് അലീന തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. വീട്ടിലേക്ക് വന്ന പാടെ തന്നെ കൃഷ്ണമോളെ അച്ഛാ എന്നിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, എന്ത് പറ്റി? ഇല്ല മോളെ, എന്താ ചേച്ചിയുടെ മുഖത്ത് നിന്ന് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, എന്താ ചേച്ചി? അച്ഛൻ എവിടെ മോളെ? അച്ഛനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. അച്ഛനെ ഒന്ന് വിളിക്ക്, അച്ഛൻ മുകളിലുണ്ട് ചേച്ചി പോയി കണ്ടോ എന്ന് പറയുമ്പോൾ അവൾ ഓടി കയറി പോകുന്നുണ്ട്. അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്തു പറ്റി, എന്താടി ഇങ്ങനെ അലറി വിളിക്കുന്നത്?
അച്ഛാ അച്ഛാ ഇന്ന് ഞാൻ അവിടെ ആ ശരണ്യയെ കാണാൻ പോയപ്പോൾ അപ്പോൾ എന്ത് പറ്റി ശരണ്യയ്ക്ക്? ഇല്ല അച്ഛാ, നമ്മുടെ രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ നമ്മുടെ രോഹിക്ക് അതിന് കഴിയില്ല എന്ന്. അതെനിക്ക് അവനെ അന്ന് കണ്ടപ്പോഴേ മനസ്സിലായതാണ്. അവളുമായി ഞാൻ സൗഹൃദം ഉണ്ടാക്കിയപ്പോൾ അവൾ എന്നോട് വല്ലാതെ അടുപ്പം ഉണ്ടായി അച്ഛാ. അപ്പോൾ അവൾ എന്നോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഡോക്ടറുടെ പരിശോധനയിലും അന്ന് വീഡിയോയിലും ഒക്കെ അവൾക്ക് ഓർമ്മയും ഉണ്ടായിരുന്നു നമ്മുടെ രോഹി അവളുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല എന്ന്. ആ സ്ഥലത്തവൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ അത് മൊഴി കൊടുക്കാൻ സമയത്ത് ഡോക്ടറും ബാക്കി പോലീസുമാണ് അവളെ നിർബന്ധിച്ച് പറഞ്ഞത് അങ്ങനെ കൊടുക്കണ്ട, അവനും കൂടെ ഇതിൽ കുടുങ്ങട്ടെ എന്ന്. അവനവിടെ വന്നതാണല്ലോ, അപ്പോൾ അവൻ തെറ്റുകാരൻ തന്നെയാണ് എന്ന് ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ മൊഴി കൊടുത്തതാച്ചാ. ഇന്ന് അവൾ എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞു, രോഹിത് അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. എനിക്ക് വലിയ സന്തോഷമായി അച്ഛാ. നമ്മുടെ രോഹിത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവനെ എന്തായാലും പുറത്ത് കൊണ്ടുവരണോ അച്ഛാ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആണോ മോളെ, പാവം എൻ്റെ മോൻ എത്ര ദിവസമായിട്ട് അവിടെ കിടന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതേ അച്ഛാ, അവനെ പുറത്തിറക്കണം. അതിന് വേണ്ട വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരണ്യോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത് നീ കോടതിയിൽ പോകുന്ന സമയത്ത് നീ വിളിച്ചു പറയണം രോഹിത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അവനെ വെറുതെ വിടും. ബാക്കി 3 പേരെയും നമുക്ക് നിയമത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞച്ചാ. എങ്ങനെയെങ്കിലും ഇനി ഞാൻ രോഹിത്തിനെ പുറത്തിറക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവസാനം ശരണ്യ കോടതിയിൽ പോവുകയാണ്. അവിടെ മൊഴി കൊടുക്കുന്നുമുണ്ട് രോഹിത് അവളെ ഉപദ്രവിച്ചു എന്ന്. അങ്ങനെ അവസാനം രോഹിത് പുറത്തിറങ്ങുന്ന നല്ല അടിപൊളി രംഗങ്ങളൊക്കെയാണ് ഇനി മഴതോരും മുമ്പേൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളി എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബായ്.